പ്രശ്നപരിഹാരത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ക്യൂബ്, മനുഷ്യ മനസ്സുകളെയും തലച്ചോറുകളെയും ഒക്കെ കുഴപ്പിച്ച ഒരു ക്യൂബ്, നിരവധി കലാസൃഷ്ടികൾക്കും സിനിമകൾക്കും ഒക്കെ പ്രചോദനമായ ആ ക്യൂബ് തൻ്റെ പ്രഹേളിക കൊണ്ട് മത്സരവേദികളിൽ കൗമാരക്കാരെ നിറയ്ക്കുന്ന ആ ക്യൂബ്. ഞാൻ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ജനപ്രിയ കളിപ്പാട്ടമായി മാറിയ റൂബിക്സ് ക്യൂബിനെ പറ്റി. ഒരു കളിപ്പാട്ടം എന്നതിനപ്പുറം റൂബിക്സ് ക്യൂബ് എങ്ങനെ ഒരു ഗ്ലോബൽ സെൻസേഷനായി മാറി, അതിൻ്റെ ചരിത്രവും നാൾ വഴികളും എന്ത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1944 ജൂലൈ 13 ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് എർണോ റൂബിക് എന്ന ആർക്കിടെക്ട് ജനിച്ചത്. വാസ്തുവിദ്യയിലും ശില്പകലയിലും നന്നേ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചു. ഇത് ബുഡാപെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് എക്കണോമിക്സിൽ ആർക്കിടെക്ട് പഠിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഡിസൈനിലും ജോമെട്രിയിലുമുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഈ കണ്ടുപിടുത്തത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1971 മുതൽ 1979 വരെ ബുഡാപെസ്റ്റ് കോളേജ് ഓഫ് അപ്ലൈഡ് ആർട്സിൽ ആർക്കിടെക്ചർ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അവിടെയുള്ള സമയത്താണ് അദ്ദേഹം 3 ഡയമെൻഷണൽ പസിലിനായി ഡിസൈനുകൾ നിർമ്മിക്കുകയും 1974 ആ വസന്തകാലത്ത് റൂബിക്സ് ക്യൂബിൻ്റെ ആദ്യ പ്രവർത്തന മാതൃക അദ്ദേഹം പൂർത്തിയാക്കുകയും 1975 പസിലിൻ്റെ പേറ്റന്റിനായി അപേക്ഷിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ആദ്യമായി അദ്ദേഹം റൂബിക്സ് ക്യൂബ് നിർമ്മിച്ചതെന്ന് അറിയുമോ? തൻ്റെ വിദ്യാർത്ഥികൾക്ക് 3 ഡയമെൻഷണൽ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു മാർഗം കണ്ടുപിടിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. തടിയിൽ തീർത്ത ബ്ലോക്കുകളിൽ നിന്നും റബ്ബർ ബാൻഡുകളിൽ നിന്നും ആരംഭിച്ച് റൂബിക് ഒരു ഘടന സൃഷ്ടിക്കുവാൻ തുടങ്ങി. അങ്ങനെ നിർമ്മിച്ചെടുത്ത ആ ഘടനയുടെ പ്രത്യേകത ആ മുഴുവൻ സ്ട്രക്ചറും തകർക്കാതെ തന്നെ അതിലെ ഓരോ ഇൻഡിവിജ്വൽ കഷ്ണങ്ങളും നീക്കാൻ സാധിക്കും എന്നതായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ വർക്ക്ഷോപ്പിൻ്റെ സൗകര്യ പരിമിതികൾ കൊണ്ടും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വസ്തുവായിരുന്നതിനാലും റൂബിക് തൻ്റെ ബ്ലോക്ക് നിർമ്മിക്കുവാനായി തടിയായിരുന്നു ഉപയോഗിച്ചത്. മരം മുറിച്ച് അതിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി ഇലാസ്റ്റിക് ബാൻഡുകൾ ഉപയോഗിച്ച് അവ ഓരോന്നും നീങ്ങത്തക്ക വിധം ഒരുമിച്ച് ചേർത്ത് വെച്ച് തൻ്റെ ക്യൂബിൻ്റെ യഥാർത്ഥ പ്രോട്ടോടൈപ്പുകൾ റൂബിക് അങ്ങനെ മാസങ്ങളോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ നിർമ്മിച്ചെടുത്തു. റൂബിക് തൻ്റെ ക്ലാസ്സിൽ ഈ പ്രോട്ടോടൈപ്പുകൾ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ക്യൂബിൻ്റെ ലളിതമായ ഘടന കാരണം അത് താരതമ്യേന എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നും കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുമെന്നും റൂബിക് മനസ്സിലാക്കി. തൻ്റെ പിതാവിന് നിരവധി പേറ്റന്റുകൾ ഉണ്ടായിരുന്നതിനാൽ റൂബിക്കിന് ഈ പേറ്റന്റ് പ്രക്രിയകൾ എളുപ്പമായിരുന്നു. അതിനാൽ തന്നെ തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പേറ്റന്റിന് അദ്ദേഹം അപേക്ഷിച്ചു. 1975 ജനുവരി 30 ഹംഗറിയിൽ തൻ്റെ മാജിക് ക്യൂബിനായി അദ്ദേഹം പേറ്റന്റിന് അപേക്ഷിക്കുകയും ആ വർഷം അവസാനം അത് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഹംഗറിയിൽ ഒരു മാനുഫാക്ചററെ കണ്ടെത്താൻ അദ്ദേഹം പുറപ്പെട്ടു. എന്നാൽ അത്തരം കാര്യങ്ങൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഹംഗറിയുടെ കർക്കശമായ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെസ് കഷ്ണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ചെറിയ കമ്പനിയെ കണ്ടെത്തുവാൻ റൂബിക്കിന് സാധിച്ചു. അങ്ങനെ 1974 ആദ്യമായി റൂബിക്സ് ക്യൂബ് ഹംഗറിയൻ വിപണിയിൽ ഒരു കളിപ്പാട്ടമായി അവതരിപ്പിച്ചു. അന്ന് അതിൻ്റെ പേര് ബുവോസ് കോക്ക അല്ലെങ്കിൽ മാജിക് ക്യൂബ് എന്നായിരുന്നു. ഹംഗറിയിലെ അന്താരാഷ്ട്ര പേറ്റന്റ് വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനായി ഈ പേര് ഒടുവിൽ മാജിക് ക്യൂബിൽ നിന്നും റൂബിക്സ് ക്യൂബ് എന്നാക്കി മാറ്റേണ്ടി വന്നു. ആ കഥ ഇങ്ങനെ. മാജിക് ക്യൂബിൻ്റെ ആദ്യ ടെസ്റ്റ് ബാച്ചുകൾ 1977 അവസാനത്തോടെ നിർമ്മിക്കുകയും ബുഡാപെസ്റ്റ് കളിപ്പാട്ടക്കടകളിൽ പുറത്തിറക്കുകയും ചെയ്തു. എർണോ റൂബിക്കിന്റെ അനുമതിയോടെ വ്യവസായി ടിബോർലാസി 1979 ഫെബ്രുവരിയിൽ ജർമ്മനിയിലെ ന്യൂറംബർഗ് കളിപ്പാട്ടമേളയിലേക്ക് അതിനെ ജനകീയമാക്കാനുള്ള ശ്രമത്തിൽ ഒരു ക്യൂബ് കൊണ്ടുപോയി. 7 ടൗൺ സ്ഥാപകനായ
ടോം ക്രമർ ഇത് ശ്രദ്ധിക്കുകയും മാജിക് ക്യൂബ് ലോകമെമ്പാടും പുറത്തിറക്കുന്നതിനായി 1979 സെപ്റ്റംബറിൽ ഐഡിയൽ ടോയ്സുമായി അവർ കരാർ ഒപ്പിടുകയും ചെയ്തു. ട്രേഡ് മാർക്ക് തിരിച്ചറിയാനുള്ള ഒരു പേര് ഐഡിയൽ ആഗ്രഹിച്ചു. അങ്ങനെയാണ് 1980 മാജിക് ക്യൂബ് അതിൻ്റെ കണ്ടുപിടുത്തക്കാരൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1980 ജനുവരിയിലും ഫെബ്രുവരിയിലും ലണ്ടൻ, പാരീസ്, ന്യൂറംബർഗ്, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ കളിപ്പാട്ട മേളകളിൽ ഈ പസിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തി. പ്രാരംഭ വിൽപ്പന വളരെ മിതമായിരുന്നതിനാൽ പത്രപരസ്യങ്ങൾക്കൊപ്പം ഒരു ടെലിവിഷൻ ക്യാമ്പയിനും ഐഡിയൽ ആരംഭിച്ചു. 1980 അവസാനത്തിൽ റൂബിക്സ് ക്യൂബ് ജർമ്മൻ ഗെയിം ഓഫ് ദി ഇയർ പുരസ്കാരം നേടുകയും UK, ഫ്രാൻസ്, US എന്നിവിടങ്ങളിൽ മികച്ച കളിപ്പാട്ടത്തിനുള്ള പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. 1981 ആയപ്പോഴേക്കും റൂബിക്സ് ക്യൂബ് എല്ലാ സ്ഥലങ്ങളിലും ഒരു ക്രേസായി മാറിക്കഴിഞ്ഞിരുന്നു. 1980 മുതൽ 1983 വരെയുള്ള കാലയളവിൽ ഏകദേശം 200 ദശലക്ഷം റൂബിക്സ് ക്യൂബുകൾ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. 1981 മാർച്ചിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സംഘടിപ്പിച്ച ഒരു സ്പീഡ് ക്യൂബിംഗ് ചാമ്പ്യൻഷിപ്പ് മ്യൂണിക്കിൽ നടന്നു. അതേ മാസം തന്നെ സയന്റിഫിക് അമേരിക്കൻ എന്ന മാഗസിന്റെ കവർ പേജിൽ റൂബിക്സ് ക്യൂബ് ചിത്രീകരിക്കപ്പെട്ടു. ഇങ്ങനെ റൂബിക്സ് ക്യൂബ് തരംഗമായി മാറി. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ റൂബിക്സ് ക്യൂബിന്റെ ബിസിനസ് താഴേക്ക് വന്നു. എന്നാൽ 2001 2003 ഇടയിൽ US റൂബിക്സ് ക്യൂബിന്റെ ബിസിനസ് ഇരട്ടിയായി. 2018 കണക്കുകൾ പ്രകാരം ഏകദേശം 350 ദശലക്ഷത്തിലധികം വിറ്റുപോയ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ പസിൽ കളിപ്പാട്ടമായി റൂബിക്സ് ക്യൂബ് മാറി. റൂബിക്സ് ക്യൂബിനെ പറ്റി ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചുവല്ലോ. എന്താണ് റൂബിക്സ് ക്യൂബ്? ഒരു ക്യൂബിന്റെ ആകൃതിയിലുള്ള മെക്കാനിക്കൽ പസിലാണ് റൂബിക്സ് ക്യൂബ്. ഈ 3D ക്യൂബിൽ 6 പ്രതലങ്ങളുണ്ട്. ഓരോന്നിനും വ്യത്യസ്ത നിറങ്ങളുമുണ്ട്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, നീല, പച്ച, വെള്ള എന്നീ നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറം ക്യൂബിനെ നശിപ്പിക്കാതെ മൂവ് ചെയ്യാൻ കഴിയുന്ന 26 ചെറിയ ക്യൂബുകളുണ്ട്. പസിൽ സോൾവ് ചെയ്യുവാൻ ചെറിയ ക്യൂബുകൾ തിരിക്കേണ്ടതാണ്. അതിലൂടെ വലിയ ക്യൂബിന്റെ ഓരോ മുഖവും ഒരു യൂണിഫോം കളറായി മാറുന്നു. ഒരു ഇന്നോവേറ്റീവ് ഇന്റേണൽ മെക്കാനിസം ഉപയോഗിച്ചാണ് ഈ ക്യൂബുകളെല്ലാം ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടില്ലാത്ത അതിശയിപ്പിക്കുന്ന റൂബിക്സ് ക്യൂബിന്റെ ചില വസ്തുതകൾ കൂടി നമുക്കൊന്ന് നോക്കിയാലോ? തൻ്റെ കണ്ടുപിടുത്തത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ റൂബിക്കിന് കഴിഞ്ഞെന്ന് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു. 2012 CNN നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ ആദ്യമായി ആ ക്യൂബ് കണ്ടുപിടിച്ചപ്പോൾ അത് പരിഹരിക്കുവാൻ 1 മാസത്തിലധികം സമയമെടുത്തതായി റൂബിക് സമ്മതിച്ചു. കുറെ പരിശീലനങ്ങൾക്കൊടുവിലും ആ പസിൽ പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് 1 മിനിറ്റ് വേണ്ടിവരുന്നു. ഇക്കാലത്ത് ഏറ്റവും രസകരമായ റൂബിക്സ് ക്യൂബിന്റെ വസ്തുതകളിലൊന്ന്, ക്യൂബ് പൂർത്തിയാക്കുവാൻ ആളുകൾക്ക് 1 മാസമോ അനന്തമായ നീക്കങ്ങളോ ആവശ്യമില്ല. പകരം 20ൽ താഴെ നീക്കങ്ങൾ ഉപയോഗിച്ച് പസിൽ പരിഹരിക്കാൻ കഴിയും എന്നതാണ്. സമാനമായ ഒരു കളിപ്പാട്ടം ഒരു ആശയമായി വിഭാവനം ചെയ്യുന്നത് ഇതാദ്യമായിരുന്നില്ല. ലാറി നിക്കോൾസ് എന്ന അമേരിക്കക്കാരൻ കാന്തങ്ങളാൽ ഒരുമിച്ച് പിടിക്കുന്ന ഒരു ക്യൂബ് കണ്ടുപിടിച്ച് പേറ്റന്റ് നേടി. ഐഡിയൽ ടോയ് കോർപ്പറേഷൻ ഉൾപ്പെടെ കളിപ്പാട്ടങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനികളും അത്തരമൊരു കളിപ്പാട്ട രൂപകൽപ്പന നിരസിച്ചു. 1982 ക്യൂബ് പസിൽ പൂർത്തീകരിക്കുന്നതിൽ ആളുകൾ മത്സരിക്കുവാൻ തുടങ്ങി. ആദ്യ ലോക ചാമ്പ്യൻഷിപ്പ് അതേ വർഷം ബുഡാപെസ്റ്റിൽ നടന്നു. അമേരിക്കയിൽ നിന്നുള്ള മിൻ തായ് 22.95 സെക്കൻഡുകൾ കൊണ്ട് ക്യൂബ് പൂർത്തിയാക്കി ആദ്യ ജേതാവായി മാറി. റൂബിക്സ് ക്യൂബിലെ മൊത്തത്തിലുള്ള ക്രമമാറ്റങ്ങൾ നിങ്ങൾ കണക്കാക്കിയാൽ ക്യൂബിലെ കോൺഫിഗറേഷനുകളുടെ എണ്ണം ഏകദേശം ഇത്രയും വരും. ഈ ഐതിഹാസിക കളിപ്പാട്ടത്തിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് 1995 ഫ്രെഡ് ക്യൂലർ ഒരു മാസ്റ്റർ പീസ് ഡയമണ്ട് കട്ടേഴ്സ് ഇന്റർനാഷണലുമായി ചേർന്ന് രൂപകൽപ്പന ചെയ്തു. ഇതിന്റെ വില $2.5 മില്യൺ ആണ്. ഇതാണ് എക്കാലത്തെയും ഏറ്റവും വില കൂടിയ റൂബിക്സ് ക്യൂബ്. ലോകത്തിലെ ഏറ്റവും വലിയ റൂബിക്സ് ക്യൂബ് നിർമ്മിച്ചത് ടോണി ഫിഷർ എന്ന വ്യക്തിയാണ്. ഏകദേശം 100 കിലോ ഭാരമുള്ളതാണ് ഈ ക്യൂബ്.
ക്യൂബിൻ്റെ എല്ലാ പാളികളും കൃത്യമായി ഒരു റൂബിക്സ് ക്യൂബ് പോലെ തന്നെ നീങ്ങുന്നു. എങ്കിലും ഇതിനായി ക്യൂബ് മുഴുവനായി ഉയർത്തണം. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ചെറിയ റൂബിക്സ് ക്യൂബ് 6 മില്ലിമീറ്റർ മാത്രമാണുള്ളത്. ആളുകൾ അതിനെ കൂടുതൽ ചെറുതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. റൂബിക്സ് ക്യൂബ് പ്രചാരത്തിലായി തുടങ്ങിയപ്പോഴേക്കും പാട്രിക് ബോസർട്ട് എന്ന 13 വയസ്സുകാരൻ 1981 യു ക്യാൻ ഡു ദ ക്യൂബ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം 1.5 മില്യൺ കോപ്പികളിൽ കൂടുതൽ വിറ്റുപോയി. വെറും 3.47 സെക്കൻഡിൽ 3x3 റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തതിൻ്റെ ലോക റെക്കോർഡ് യൂഷങ് എന്ന ചൈനക്കാരൻ്റെ പേരിലാണ്. 2018 നവംബർ 24 ഈ ലോക റെക്കോർഡ് സൃഷ്ടിച്ചത്. റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിൽ റോബോട്ടുകളുടെ വേഗതയെ മറികടക്കുവാൻ ഇതുവരെ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല. സബ് 1 എന്ന പേരുള്ള റോബോട്ട് 0.887 സെക്കൻഡിൽ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തു. 15.56 സെക്കൻഡിൽ തൻ്റെ കാലുകൾ കൊണ്ട് റൂബിക്സ് ക്യൂബ് പൂർത്തിയാക്കിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യയുടെ മുഹമ്മദ് ഐമാൻ കോലി സ്വന്തമാക്കി. ഗെയിമർമാർ ഒരു കൈ ഉപയോഗിച്ചോ കണ്ണുകൾ കെട്ടിക്കൊണ്ടോ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുവാൻ ശ്രമിച്ചു. റൂബിക്സ് ക്യൂബിൻ്റെ നിരവധി ലോക റെക്കോർഡുകൾ ഉള്ളതിനാൽ ഇനിയൊരു പുതിയ ആംഗിൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഡാൻ നൈറ്റ് ഒരു പുതിയ തലം കൊണ്ടുവരാൻ തീരുമാനിച്ചു. 2003 ഈ ക്യൂബ് പ്രേമി ഒരു വിമാനത്തിൽ നിന്ന് 12,000 അടി താഴേക്ക് ചാടി പാരച്യൂട്ട് തുറക്കുന്നതിന് മുൻപുള്ള ഏകദേശം 45 സെക്കൻഡ് ഫ്രീ ഫോൾ സമയത്തിനുള്ളിൽ ഈ ക്യൂബ് സോൾവ് ചെയ്യുവാൻ തീരുമാനിച്ചു. ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട് നൈറ്റ് 32 സെക്കൻഡിൽ ക്യൂബ് സോൾവ് ചെയ്തു. പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന ചിത്രത്തിലെ ഏറ്റവും തീവ്രമായ രംഗങ്ങളിൽ ഒന്നാണ് ഒരു ഇന്ത്യൻ സ്റ്റോക്ക് ബ്രോക്കർ എന്ന നിലയിൽ തൻ്റെ കരിയറിൽ ഒരു അവസരം ലഭിക്കുന്നതിനായി റൂബിക്സ് ക്യൂബ് പസിൽ സോൾവ് ചെയ്യുവാൻ വിൽ സ്മിത്ത് വെല്ലുവിളിക്കപ്പെടുന്നത്. ചിത്രത്തിലെയും ട്രെയിലറിലെയും ഈ രംഗങ്ങൾ തരംഗമായി മാറി. 2008 ആഗോളതലത്തിൽ വിൽപ്പന 15 ദശലക്ഷത്തിൽ എത്തി. ആർട്ടിൽ ഇതിനകം തന്നെ ക്യൂബിസം വളരെ പ്രചാരത്തിലായിട്ടുള്ളതാണെങ്കിലും റൂബിക്സ് ക്യൂബിന്റെ വരവ് ഒരു പുതിയ മൂവ്മെന്റ് കൊണ്ടുവന്നു. റൂബിക്സ് ക്യൂബിസം ആർട്ട് വർക്കുകളിൽ മൊസൈക്ക് ഇഫക്റ്റ് സൃഷ്ടിക്കുവാൻ സോൾവ് ചെയ്ത ക്യൂബുകൾ ഉപയോഗിക്കുന്ന രീതിയെ ഈ കളിയായ പേര് സൂചിപ്പിക്കുന്നു. 2009 ജോഷ് ചലോം 4000-ലധികം ക്യൂബുകൾ ഉപയോഗിച്ച് ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ സൃഷ്ടിച്ചു. ഇന്നും നിരവധി ആളുകൾ റൂബിക്സ് ക്യൂബ് ഉപയോഗിച്ച് പോർട്രേറ്റുകൾ ചെയ്യുന്നത് നാം കാണുന്നു. കേവലം ഒരു പാർട്ട് ടൈം ഗെയിം മാത്രമല്ല റൂബിക്സ് ക്യൂബ്. നിങ്ങൾക്ക് സ്പീഡ് ക്യൂബിംഗ് അല്ലെങ്കിൽ പസിലുകൾ പരിഹരിക്കുന്നത് ഇഷ്ടമാണെങ്കിലും റൂബിക്സ് ക്യൂബ് പരിഹരിക്കുന്നതിന് നേട്ടങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏത് വിധേനയും കുറഞ്ഞ ശരാശരി സമയത്തിനുള്ളിൽ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ മെമ്മറി മെച്ചപ്പെടുത്തുവാൻ അത് സഹായിക്കുന്നു. ട്രെയിനിങ് സ്ട്രാറ്റജീസ് മസിൽ മെമ്മറിക്ക് പ്രധാന സ്വാധീനമുണ്ട്. ഇത് നിങ്ങളുടെ ഓർമ്മശക്തിയും ചിന്താശക്തിയും വർദ്ധിപ്പിക്കുന്നു. റൂബിക്സ് ക്യൂബ് ഉപയോഗിച്ച് കളിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് കൈ കണ്ണുകളുടെ ഏകോപനവും വിരൽ ചടുലതയും മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നതാണ്. കമ്പ്യൂട്ടർ വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നതോ കോഡിംഗ് ചെയ്യുന്നതോ ഉൾപ്പെടെ പലതരത്തിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒരു റൂബിക്സ് ക്യൂബ് പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ക്വിക്ക് റിഫ്ലെക്സ് ആവശ്യമാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ലെയറുകൾ ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനും നിങ്ങൾക്ക് അൽഗോരിതങ്ങൾ ഓർമ്മിക്കേണ്ടി വന്നേക്കാം. റിഫ്ലെക്സുകൾ വേഗതയിൽ പ്രവർത്തിക്കുന്നത് വസ്തുക്കളെ വേഗത്തിൽ തിരിച്ചറിയുവാനും നിറങ്ങളോ പാറ്റേണുകളോ ശ്രദ്ധിക്കുവാനും വായിക്കുവാനും സഹായിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ദീർഘനേരം ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഈ പസിൽ ഇടയ്ക്കിടെ കളിക്കുന്നതിലൂടെ ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാൻ തലച്ചോറിനെ നാം പരിശീലിപ്പിക്കുന്നു. അഡിക്ഷൻസ് മറികടക്കാൻ റൂബിക്സ് ക്യൂബ് പ്രയോജനകരമാണ്. കാരണം ഈ പസിൽ ഒരേ സമയം വിനോദവും മാനസികാരോഗ്യം നൽകുന്നതുമാണ്. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാതെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ റൂബിക്സ് ക്യൂബുകൾ സ്വയം ഒരു അഡിക്ഷൻ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു റൂബിക്സ് ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എല്ലാ നിറങ്ങളും ഒരുമിച്ച് ചേർക്കുന്നതിന് 20 നീക്കങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂവെങ്കിലും ഈ ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചിതമല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കത് പകുതി വഴിയിൽ ഉപേക്ഷിക്കുവാനോ വലിച്ചെറിയുവാനോ ഒക്കെ തോന്നാം. ഇതൊരു യഥാർത്ഥ ക്ഷമാ പരീക്ഷകനാണ്. കൃത്യമായ പ്രാക്ടീസിലൂടെ നിങ്ങൾക്കത് വേഗത്തിൽ സോൾവ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ക്ഷമയും വർദ്ധിക്കുന്നു. വിനോദം ഒരിക്കലും അവസാനിക്കുന്നില്ല. റൂബിക്സ് ക്യൂബ് നിസ്സംശയം മണിക്കൂറുകൾക്കുള്ള വിനോദം പ്രദാനം ചെയ്യും. നിങ്ങളവ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ
ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിച്ചാലും 43 ക്വിൻറ്റില്യൺ വ്യത്യസ്ത കോമ്പിനേഷനുകൾ അതിനുണ്ട്. അതിനാൽ ഓരോ സ്ക്രാമ്പിളുകളും യുണീക്കാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ സ്ഥിരമായ നിർദ്ദേശങ്ങളോ വലിയ പരിപാലനമോ ഒന്നും ആവശ്യമില്ലാത്ത ഈ ചെറിയ പസിൽ ഇത് ലാളിത്യത്തിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പസിൽ തലമുറകളിലുടനീളം എല്ലാവരെയും ആകർഷിക്കുന്നു. റൂബിക്സ് ക്യൂബ് നമ്മെ പഠിപ്പിക്കുന്നത് സങ്കീർണമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഏറ്റവും ലളിതമാണ്, എന്നാൽ അവ എളുപ്പമാണെന്ന് അർത്ഥമാക്കുന്നില്ല എന്നാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തന്നെയാകും ലോകം അസൂയയോടെ നോക്കിക്കാണുന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കാൻ പോകുന്ന ആ സ്പീഡ് ക്യൂബർ. പ്രാക്ടീസ് തുടരുക, നിങ്ങൾക്കും ജയിക്കാം. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻ അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെയർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻ. ഗുഡ് ബൈ.